ഇസ്രയേലിനുമേൽ പുതിയ താരിഫ് ഒന്നും ചുമത്താത്ത നടപടിയാണ് അമേരിക്ക ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അമേരിക്കയ്ക്ക് മേലുള്ള നികുതികളൊക്കെ ഇസ്രയേലും എടുത്തു കളഞ്ഞു. ഇസ്രയേലും അമേരിക്കയും പരസ്പരം ബന്ധം വിപുലീകരിക്കുകയാണിപ്പോൾ. ഈ സാഹചര്യത്തിനിടയിൽ ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് കൂടുതലും ഉള്ളത്. 20,000-ത്തിലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള കരാറാണ് പുതുതായി വരുന്നത്. ട്രംപ് സർക്കാർ ഇതുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു. ഇസ്രയേലുമായുള്ള ഈ തോക്കിടപാടുമായി മുന്നോട്ട് പോകാൻ ജോ ബൈഡൻ ഭരണകൂടം താൽപ്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നുമില്ല. ആയുധങ്ങൾ പാലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്നുമുള്ള ആശങ്ക കണ്ടുകൊണ്ടാണ് ഈ തോക്ക് കച്ചവടം ബൈഡൻ സർക്കാർ പ്രധാനമായിട്ടും വൈകിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ നടപടിയാണ് ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പും ട്രംപ് ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് എത്തിച്ചിരുന്നു. തോക്ക് വിൽപ്പനയ്ക്കായുള്ള $24 മില്യൺ ഇടപാടിനെക്കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് 6-ാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തോക്കുകളുടെ അന്തിമ ഉപയോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് ഈ അറിയിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗമായ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമൻ ബെൻക്വർ ആണ് ഇസ്രയേലി പോലീസ് സേനയും മേൽനോട്ടം കൂടുതലും വഹിക്കുന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ചും 2023 നവംബറിൽ ദി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ, സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾ ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ മന്ത്രാലയം മുൻഗണന നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വവും നയങ്ങളും വിവാദങ്ങളാൽ യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നവയാണ്. അറബ് വിരുദ്ധ പ്രവർത്തനത്തിന് പേരുകേട്ട അദ്ദേഹത്തിന് കുറ്റാരോപണങ്ങളുടെ ഒരു നീണ്ട ചരിത്രമാണ് നിലനിൽക്കുന്നത്. വംശീയതയെ പ്രകോപിപ്പിക്കൽ ഉൾപ്പെടെ കുറഞ്ഞത് 8 കേസുകളെങ്കിലും അദ്ദേഹത്തിന് മേൽ നിലനിൽക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇസ്രയേലിന്റെ തോക്കുടമസ്ഥാവകാശ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പൊതു ഇടങ്ങളിൽ നിന്ന് പാലസ്തീൻ പതാകകൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രവർത്തികളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. പലരും അവയെ വംശീയവും പ്രകോപനപരവുമാണെന്നാണ് മുദ്രകുത്തിയത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയിലൂടെയെങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബൈഡൻ ഭരണകൂടം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരുന്നത്. കൂടാതെ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ടിരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത് നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചും തിരുത്തിയുമായിരുന്നു ട്രംപ് ഭരണകൂടം നടപടികൾ കൈക്കൊണ്ടിരുന്നത്. റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ പരിഹരിക്കാൻ മധ്യസ്ഥത വഹിച്ച ട്രംപ് ഗാസ യുദ്ധത്തിൽ ഇടപെട്ടതോടെ മധ്യസ്ഥൻ എന്ന വേഷം അവസാനിപ്പിച്ചു. അതിന് പിന്നിലെ കാരണം യുദ്ധത്തിന്റെ മൂർച്ച കൂട്ടാനും വെടിനിർത്തൽ പ്രാബല്യത്തിനാക്കാനുമൊക്കെ ഒരേ സമയത്താണ് ട്രംപ് കരുക്കൾ കൂടുതലും നീക്കിയത്. ഇതിൽ നിന്നും ട്രംപിന്റെ ഇരട്ടത്താപ്പും വ്യക്തമാണ്. ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഹമാസിനെതിരായ യുദ്ധത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് സംഘർഷത്തിൽ അമേരിക്ക ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അവ പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം. ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളുടെ ആശങ്കകൾക്കിടയിൽ മനുഷ്യാവകാശ ആശങ്കകൾ കാരണം വിൽപ്പന തടയാനുള്ള പ്രമേയങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് അടുത്തിടെ ഇസ്രയേലിന് $8.8 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം പ്രധാനമായിട്ടും നൽകിയത്. അതിനിടയിൽ ഗാസ മുനമ്പിൽ നിന്ന് പാലസ്തീനികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഇസ്രയേൽ ഒന്നിലധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു. തുർക്കിയുമായുള്ള സംഘർഷങ്ങൾ, അമേരിക്ക പുറപ്പെടുവിച്ച പുതിയ താരിഫുകൾ, ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ശ്രമം എന്നിവയെക്കുറിച്ചും മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയുണ്ടായി. കൂടാതെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് എല്ലാ പാലസ്തീനികളെയും സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക സജീവമായി പ്രവർത്തിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഗാസയിലെ ജനങ്ങളെ അവരുടെ മണ്ണിൽ തുടരാൻ അനുവദിക്കണമെന്ന് വാദിച്ചുകൊണ്ട് പാലസ്തീനികളെ സ്വീകരിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭ്യർത്ഥനകൾ അറബ് രാജ്യങ്ങൾ ശക്തമായി നിരസിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യങ്ങളിൽ അത്തരമൊരു സംരംഭം അനുവദിക്കുന്നത് സംഘർഷം അവരുടെ അതിർത്തികളിലേക്ക് എത്തിക്കുമെന്നത് മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. മാത്രമല്ല, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഗാസയുടെ യുദ്ധാനന്തര മാനേജ്മെന്റിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പോലും ആത്യന്തികമായി ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാത സൃഷ്ടിക്കുന്നതിന് ഇസ്രയേൽ പാലസ്തീന് മേലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അവരെല്ലാം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്.